നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പത്തനംതിട്ടയിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് കവിയൂരിലെ സരോജിനിക്ക്. മകൻ സന്തോഷ് പിടിയിൽ. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. 18ാം പടി കയറി നേരിട്ട് ദർശനം. 19-ന് രാത്രി നടയടയ്ക്കും. കാസർഗോഡ് തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിലെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. 4 പ്രതികളെ 2 ദിവസം കസ്റ്റഡിയിൽ വിട്ട ഹോസ്ദുർഗ് കോടതി. 15 ലക്ഷം രൂപയുടെ സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടെ യുവതികൾ പിടിയിൽ. കാസർഗോഡ് പിടിയിലായത് ശ്രദ്ധ രമേശ്, സൽമാ ഖാദർ എന്നിവർ. വാർത്തകൾ വിശദമായി നോക്കാം. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് മേൽപ്പാലം കയറാതെ നേരിട്ട് കൊടിമരച്ചുവട്ടിൽ നിന്ന് ശ്രീകോവിലിനു മുന്നിലെത്തി ദർശനം നടത്തുന്നതിന്റെ ട്രയലും ആരംഭിച്ചു. ഫ്ലൈ ഓവർ വഴിയുള്ള സംവിധാനത്തിൽ 2 മുതൽ 5 സെക്കൻഡ് വരെയാണ് ഭക്തന് ദർശനം ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ 20 മുതൽ 30 സെക്കൻഡ് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. 75 വയസ്സുള്ള സരോജിനിക്കാണ് മർദ്ദനമേറ്റത്. തിരുവല്ല കവിയൂരിലാണ് സംഭവം. മകൻ സന്തോഷിനെ പോലീസ് പിടികൂടി. അജ്മലടക്കം വിവിധ കേസുകളിൽ പ്രതികളായവരുടെ കായംകുളം പോലീസ് മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് തിരുവനന്തപുരം സ്വദേശി സുരേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സഹോദരി ഭർത്താവ് കാസർഗോഡ് തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിൽ 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ബീഹാർ സ്വദേശികളായ ഇമ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, അസം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മാവുങ്കലിന് സമീപം ക്രഷർ മാനേജർ രവീന്ദ്രനെ തോക്ക് ചൂണ്ടി ആക്രമിച്ച് 10 ലക്ഷം രൂപ കവർന്നുവെന്നാണ് കേസ്. കോഴിക്കോട് നിന്ന് 15 ലക്ഷം രൂപയുടെ സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ 2 യുവതികൾ കാസർഗോഡ് പിടിയിൽ. മുംബൈ ജോഗേഷ് വാരി സമർദ് നഗറിലെ ശ്രദ്ധ രമേശ്, വാദറ രഞ്ജുഗഡ് നഗറിലെ സൽമാ ഖാദർ എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് പോലീസിന്റെ സംയോജിത ഇടപെടലിലൂടെ പിടിയിലായത്. ബസ്സിലാണ് ഈ പ്രതികൾ വരുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2 സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ബസ്സിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ബസ്സാണ് സെർച്ച് ചെയ്തത്. പക്ഷേ ഞങ്ങൾ പുതിയകോട്ടയിൽ DYSPയുടെ നേതൃത്വത്തിൽ ഞാനും ടീമും DYSPയും ഉണ്ടായിരുന്നു. മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. അവസാനം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ഒരു ടാക്സി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഫോട്ടോയിൽ അയച്ചു തന്ന ആ സ്ത്രീയെ തിരിച്ചറിയുകയും അവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോൾ 6 പാക്കറ്റുകളിലായിട്ട് ഏകദേശം 200 ഗ്രാമിനടുത്ത് സ്വർണം കണ്ടെത്തി. ഇടുക്കി ചെമ്മണ്ണാറിൽ ഏലത്തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിക്കുന്ന് സ്വദേശി തടത്തിൽ പ്ലാക്കൽ ബിനു ആണ് മരിച്ചത്. നടപ്പാതയിൽ നിന്നും 20 അടിയോളം താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നടപ്പാതയിൽ നിന്ന് കാൽ വഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തും അഞ്ചുമൂർത്തി മംഗലം സ്വദേശിയുമായ വിഷ്ണുവിനെ പാലക്കാട് വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൗമ്യയാണ് മരിച്ചത്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. പുലർച്ചെ 2 മണിക്ക് കഴുത്തറുത്ത നിലയിലാണ് സൗമ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യാ ശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയം ഭർത്താവും ഭർത്തൃമാതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദന്ത ഡോക്ടറായ സൗമ്യ 4 വർഷം മുൻപാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. രാജാക്കാട് സ്വദേശിനി അഭിനന്ദാണ് പിടിയിലായത്. അടിമാലിക്ക് സമീപം ഇരുമ്പുപാലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നതായി എക്സൈസ് പറഞ്ഞു. ഉത്സവാഘോഷത്തിനിടെ വിപ്ലവഗാനം പാടിയത് ചർച്ചയാകുന്നു. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രോത്സവത്തിലെ കലാപരിപാടികളിൽ വിപ്ലവഗാനങ്ങൾ പാടിയതിനെതിരെയാണ് കോൺഗ്രസും BJPയും രംഗത്ത് വന്നത്. പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് ഗായകൻ അലോഷി പാടിയത്. കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ CPMന്റെ പ്രചരണ ഗാനങ്ങളും വിപ്ലവഗാനങ്ങളും പാടിയതിലാണ് എതിർപ്പ്. ഗസൽ ഗായകനായ അലോഷി ആദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെ കൂത്തുപറമ്പ് വെടിവയ്പിൽ പരുക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പനെക്കുറിച്ചുള്ള പാട്ടുകളടക്കമാണ് പാടിയത്. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ സംഗീത പരിപാടി. CPM ഡിവൈഎഫ്ഐ കൊടികളുടെയും ചിഹ്നത്തിന്റെയും പശ്ചാത്തലത്തിൽ പാർട്ടി പ്രചരണ ഗാനങ്ങൾ പാടിയതിനെതിരെയാണ് വിമർശനം. ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചരണത്തിൽ ഉപയോഗിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. അതിന്റെ വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? കഴിഞ്ഞ വർഷം ഇതേ ക്ഷേത്രത്തിൽ ഗായിക ഗൗരി ലക്ഷ്മി ബലികുടീരങ്ങളെ അടക്കമുള്ള പാട്ടുകളും പാടിയിരുന്നു. ഇതുവരെ സംഭവത്തിൽ പ്രാദേശികമായി പരാതി ഉയർന്നിട്ടില്ലെന്ന് CPM ലോക്കൽ സെക്രട്ടറി ദീപു പറയുന്നു. അവിടെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും അവിടെ സഹകരിച്ചാണ് അവിടെ ഉത്സവം നടത്തുന്നത്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അത് നടക്കരുത്. പിന്നെ അത് ചെയ്യുന്നത് തെറ്റാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. പൊതുവായി എല്ലാവരും കൂടെ ചേർന്നാണ് അവിടെ ഉത്സവം നടത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ഉത്സവം നടത്തുന്നതെന്നാണ് CPMന്റെ വാദം. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാനത്ത് ചൂടുയരുന്നു. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള വികിരണ തോതിൽ വൻ വർധനയാണ് ഉണ്ടായത്. പാലക്കാടും മലപ്പുറത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് സൂചിക ഉയർന്ന ജില്ലയായി കൊല്ലം മാറി. ജില്ലയിൽ രേഖപ്പെടുത്തുന്ന താപനില 34 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യാതപമേറ്റു. മുണ്ടക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാതപമേറ്റത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സൂര്യാതപമേറ്റത്. ദേഹത്തും തോളിലും കഴുത്തിലും നെഞ്ചിലും പൊള്ളലേറ്റു. ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വന്യജീവി പ്രശ്നത്തിൽ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി ശരിയല്ല. വനം നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും AK ശശീന്ദ്രൻ. ആ സ്ഥാപനം നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോടാണ് നമുക്കെല്ലാം വിയോജിക്കുക. എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ്. നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾക്കും വ്യത്യസ്തമായി പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരം കോടതി കൊടുക്കുന്നുവെങ്കിൽ അത് നിയമ നടപടിയാണ്. നിയമ നടപടികളായി പോകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. മലപ്പുറം മമ്പാട് എളമ്പുഴയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂടുവെച്ചു. പകൽ സമയത്തും പുലിയെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. പുലി നിരവധി വളർത്തുനായ്ക്കളെ കൊന്നു. മേഖലയിൽ വനം വകുപ്പ് നിരീക്ഷണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കാട്ടുപന്നി ഇറങ്ങി. കണ്ണമ്മൂല കോയിക്കൽ ലൈനിലാണ് കഴിഞ്ഞ 2 ദിവസവും രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നിയുടെ ദൃശ്യങ്ങളും CCTVയിൽ പതിഞ്ഞു.
വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം പതിവാണ്. പലയിടത്തും കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന വാർത്തകളുണ്ട്. കാട്ടുപന്നിയുടെ ശല്യമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് നഗരമധ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന അത്ര ഒരു പ്രദേശമാണ്. കണ്ണമൂലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ കോയിക്കൽ റെസിഡൻസ് ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് ഒരു 50 മീറ്റർ പോയാൽ പ്രധാന റോഡാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡാണ്. അത്തരത്തിലൊരു വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രദേശം. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടതായി നാട്ടുകാർ പരാതി പറയുന്നത്. CCTVയിലൊക്കെ പന്നിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഈ ഒരു കോയിക്കൽ ലൈനിൽ ഈ ഒരു വീടിന്റെ സ്ഥാപിച്ചിട്ട് CCTVയിലാണ് ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. ഇതിന്റെ പേരെന്താ? എന്റെ പേര് ജേക്കബ്. ഇതെങ്ങനെയാണ് നിങ്ങളത് പന്നി വന്നു? അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പന്നി വരുന്നതായിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമറ നോക്കിയതായിരുന്നു. അപ്പോഴത്തേക്കാണ് 12-ാം തീയതി 3:42 ആയപ്പോഴത്തേക്ക് ഇതുവഴി പന്നി മേളിലോട്ട് പോവുകയും വേറൊരു കാറ് വരുന്നത് കണ്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു. ഗ്രൂപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു അസോസിയേഷൻ അറിയിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ഇനി കാണുകയാണെങ്കിൽ അറിയിച്ചാൽ മതി, അവർ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ റോഡിന് താഴ്വശത്തുകൂടി ഉള്ള വഴിയിലേക്കും ഇത് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് കുമാരപുരം. ആ ഭാഗത്ത് അവിടെ നിന്ന് സൗഭാഗ്യ ലൈൻ എന്നൊക്കെ പറയുന്ന പ്രദേശത്തും ഇതേപോലെ ഈ ഒരു പന്നിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കാട്ടുപന്നിയാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് മറ്റ് ഏതെങ്കിലും പന്നികൾ വരാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയാണ്. വനം വകുപ്പ് ഇതിൽ പരിശോധന നടത്തും. ഏതായാലും സ്വാഭാവികമായും നാട്ടുകാർക്ക് അതിലൊരു ആശങ്കയുണ്ട്. വളരെയധികം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇനിയും ദൃശ്യങ്ങളിൽ കണ്ടാൽ, വീണ്ടും ഇവിടെ ഉണ്ടെന്ന് കണ്ടാൽ വനം വകുപ്പ് തുടർ നടപടി കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് ചേളന്നൂരിൽ കശാപ്പിനായി കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി. 3 പേർക്ക് പരുക്കേറ്റു. കാലിന് ഗുരുതരമായി പരുക്കേറ്റ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോത്ത് വിരണ്ടോടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കാക്കൂർ പോലീസും നരിക്കുനി ഫയർഫോഴ്സും ചേർന്നാണ് വിരണ്ടോടിയ പോത്തിനെ പിടിച്ചുകെട്ടിയത്. പോത്ത് 2 വാഹനവും മീൻകടയും തകർത്തു. ഇടുക്കി മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു. മൂന്നാർ കടലാർ എസ്റ്റേറ്റിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. തൊഴിലാളിയായ ഷൺമുഖവേൽ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് ഇരയായത്. മൂന്നാർ കടലാറിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. കടലാർ ഫീൽഡ് നമ്പർ 11-ലാണ് സംഭവം. രാവിലെ മേയാൻ വിട്ട പശുവിനെ നോക്കാൻ പോകുന്നതിനിടയിൽ ഷൺമുഖവേൽ കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്ത് ദൂരേക്ക് തട്ടിയെറിഞ്ഞ ശേഷം ആക്രമിച്ചു. പോത്തിന്റെ ചവിട്ടേറ്റ ഇയാളുടെ വയറിന് പരിക്കേറ്റു. ഷൺമുഖവേൽ ബഹളമുണ്ടാക്കിയതോടെ കാട്ടുപോത്ത് പിൻവാങ്ങി. തുടർന്ന് ഇയാൾ തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. இன்னைக்கு வந்துட்டு காலையில் ஒரு லைன்ஸில் வீட்டில் உள்ள சாதனமெல்லாம் பிரித்து போட சொல்லி ஃபீல்ட் ஆஃபீஸர் அனுப்பி விட்டாச்சு. அனுப்பி விட்டுட்டு ரெண்டாவது மாடு லைன்ஸுக்குள்ளே மாடை பத்தணும் போகும்போது காட்டு மாடு தூக்கி இவனை கீழே போட்டுச்சு. கீழே போட்டு இவன் சவுண்டு போட்டு மேலே ஏறி மிதிக்கிட்டு இவனை விட்டு ஓடி போச்சு. அந்த நேரம் 3:39 மணி அளவில் எனக்கு ஃபோன் பண்ணான். ஃபோன் பண்ணி என்ன இடம் தெரியாமல் நானும் ஓடி தவிச்சு கடைசியில் இந்த இடத்துல இருக்கேன், நீயாவும் நடக்க முடியலன்னு சொல்லணும். அங்கே கடை மோகன் ஆட்டோ ஜீப்பு கொண்டு வந்தார். அவரை வச்சு போய் நாங்கள் சோளத்துக்கு தேடி தான் தூக்கிட்டு வந்தோம். இன்னும் அந்த நேரத்தில் எம்ஏ மட்டும் வந்தார். எம்ஏயும் ஈஸ்டில் சிவா சூப்பர்வைசரு, பின்ன அந்த சின்ன கணப்பில் சரணுங்கிறவர். ஆனால் ஃபீல்டு ஆஃபீஸர் அந்த பக்கம் வரவே இல்லை. രഞ്ജിത്ത് ഫീൽഡ് ആഫീസർ அந்த പക്കം വരല. തുടർന്ന് നാട്ടുകാരെത്തി ഷൺമുഖവേലിനെ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് 18 ഇടുക്കി. ഏതു നിമിഷവും കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന ഭീതിയിൽ കഴിയുകയാണ് പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവ് പാരിയത്തുകാവ് നഗറിലെ 8 കുടുംബങ്ങൾ. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായി എത്തിയ അഭിഭാഷക കമ്മീഷൻ പല തവണയായി പ്രതിഷേധം മൂലം മടങ്ങുകയാണ്. ഉത്തരവിനെതിരെ നൽകിയിട്ടുള്ള റിവ്യൂ ഹർജിയിലാണ് അവസാന പ്രതീക്ഷ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീടുകൾ നൽകും സർക്കാർ. കേരള നാട് ഭരിക്കുമ്പോൾ എല്ലാവരുടെ വാക്കുകളിലും നിറയുന്നത് ഒരേ വികാരമാണ്.
നാളുകളായി സമാധാനമായി ഉറങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ ഒഴിയാൻ കഴിയില്ല. കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം 11 തവണ പരാജയപ്പെട്ടു. കുടുംബങ്ങൾക്കൊപ്പം ആദ്യം പല സംഘടനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ആണ് നേരിട്ട് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ തവണ സ്ഥലം MLA PV ശ്രീനിജന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷനെ തടഞ്ഞത്. നിയമ നടപടികൾ തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ സ്ഥലം ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും സമരസമിതി വ്യക്തമാക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ വന്നാലും ഇറങ്ങി കൊടുക്കൂല. ഇത് സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയിൽ ഞങ്ങൾ കിടക്കുന്നത്. അവരുടെ ഭൂമിയിൽ 19 ഏക്കർ 98 സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ട്. അത് അളക്കാൻ ഓർഡർ ഇട്ടത് ഇതുവരെ അളക്കാതെയാണ് ഈ സ്ഥലത്ത് കയറി അവർ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വരുന്നത്. എങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങണം മാസത്തോടുകൂടി എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്ന്, പിന്നെ ബുധനാഴ്ച, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇനിയായിട്ട് ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ആ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. പുള്ളി അംഗീകരിക്കാൻ നിങ്ങൾ കണ്ടതല്ലേ, ഒന്ന് നോക്കണ്ടേ അയാൾ ആ പേപ്പർ, അതും കൂടി നെയ്യല്ല. എന്നിട്ടാണ് ഈ മാതിരി ഇത് കാണിക്കുന്നത്. ഇവർക്ക് പുനരധിവാസം കൊടുക്കണം. ഈ 8-9 കുടുംബമുണ്ട്, അതിൽ 8 എണ്ണം പട്ടികജാതി പട്ടികവർഗമാണ്. അപ്പോൾ ഈ 9 കുടുംബങ്ങൾക്കും പുനരധിവാസം കൊടുത്തതിന് ശേഷം ഇയാളുടെ വിധി നടപ്പാക്കി സ്ഥലം കൊടുത്തോ ഞങ്ങൾ എതിരല്ല. വർഷങ്ങളായി പ്രദേശത്ത് താമസിച്ചു വരുന്നവരാണ് കോടതി വിധിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. ഈ കുടുംബങ്ങൾ പട്ടയത്തിന് ശ്രമിച്ചപ്പോഴാണ് സ്വകാര്യ വ്യക്തി അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഹൈക്കോടതി വിധി നാട്ടുകാർക്ക് അനുകൂലമായെങ്കിലും സുപ്രീം കോടതി വിധി എതിരായി. ന്യൂസ് 18 കൊച്ചി. വേനൽ കനത്തതോടെ വട്ടവടയിൽ കാർഷിക വിളകൾക്ക് ഉണക്ക് ബാധിച്ചു. കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയില്ല എങ്കിൽ വട്ടവടയുടെ കാർഷിക സമൃദ്ധി നഷ്ടമാകുമെന്ന ആശങ്ക പടരുകയാണ്. വട്ടവടയിലെ പച്ചക്കറി കർഷകരെല്ലാം ആശങ്കയിലാണ്. വേനൽ കടുത്തതോടെ കൃഷികൾ കരിഞ്ഞു തുടങ്ങി. മണ്ണിലെ ജലാംശം നഷ്ടപ്പെട്ട് സമയബന്ധിതമായി പുതിയ കൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മറ്റൊരു പ്രശ്നം. കൃഷി നിലനിർത്താൻ വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉതകുന്ന പദ്ധതികൾ വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ചെക്ക് ഡാമുകൾ കുറെ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറെ ചെക്ക് ഡാമുകൾ തടയണകൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈം കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത്. പാകമായ പച്ചക്കറികൾ വിളവെടുത്ത ശേഷം പുതുതായി കൃഷി ഇറക്കുന്നതിനായുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളുകയാണ്. തടയണകൾ ഉൾപ്പെടെ പല പദ്ധതികളും മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും നടപ്പായില്ല. വേനൽക്കാലത്ത് ജലം ലഭ്യമാക്കാനുള്ള സൗകര്യമൊരുക്കിയാൽ രാജ്യത്ത് തന്നെ 12 മാസവും പച്ചക്കറി വിളയുന്ന പ്രധാന കേന്ദ്രമായി ഇടുക്കി ജില്ലയിലെ വട്ടവട ഗ്രാമത്തെ മാറ്റാനാകും. ന്യൂസ് 18 വട്ടവട. വിരമിച്ച ശേഷം കൃഷിയിൽ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഒരു കോളേജ് അധ്യാപകൻ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലെ നായാടംപൊയിലിൽ മാത്തുണ്ണിയാണ് അധ്യാപനത്തിൽ എന്ന പോലെ തന്നെ കൃഷിയിലും മികവ് തെളിയിച്ചത്. മമ്പാട് MES കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ തേയില കൃഷി ചെയ്യാനായിരുന്നു മാത്തുണ്ണിയുടെ തീരുമാനം. ഇതിനായി 5.5 ഏക്കർ ഭൂമി വാങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും 3300 അടിയോളം ഉയരമുള്ള സ്ഥലത്ത് തേയിലയേക്കാൾ മെച്ചം കാപ്പിയാണെന്ന് കണ്ടതോടെ തീരുമാനം മാറ്റി. 5 ഏക്കറിൽ കാപ്പിയും 50 പ്രകൃതി സൗഹൃദ റിസോർട്ടും നിർമ്മിച്ചു. ഇക്കുറി വിളവും കൂടി, കാപ്പിക്കുരുവിന്റെ വിലയും കൂടി. കാപ്പിക്കുരുവിന് കിലോയ്ക്ക് ഇപ്പോൾ 250 രൂപയുണ്ട്. കാപ്പിത്തോട്ടത്തിൽ നട്ട 1000-ഓളം ഓറഞ്ച് മരങ്ങൾ അടുത്ത വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. 100 വർഷത്തിലേറെ ആയുസ്സുള്ള കാപ്പിച്ചെടികൾ നീണ്ടകാലം വരുമാനം നൽകും. വന്യമൃഗശല്യം ഇല്ലാത്ത ഏക കൃഷിയാണ് ഇത്. അധ്യാപനത്തിൽ എന്ന പോലെ കൃഷിയുടെ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും മാത്തുണ്ണി വിട്ടുവീഴ്ച വരുത്തില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ആദ്യം ചെറുപ്പം മുതലേ ഈ തേയിലത്തോട്ടം കാണുമ്പോൾ അതിനോടൊരു താല്പര്യമായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട് കാപ്പിക്ക് നല്ല അനുകൂലമാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള തോട്ടങ്ങളുണ്ട്, അവിടെയൊക്കെ നല്ല ഈൽഡാണ്. ഈ വർഷവും നല്ല ഈൽഡാണ്. പുറമേ മറ്റുള്ളിടത്തൊക്കെ അത്ര വലിയ ഈൽഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് തീരെ മോശമൊന്നുമല്ല. ഈ വർഷം അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ട്. കർഷകൻ മാത്രമല്ല, നല്ലൊരു സഞ്ചാരി കൂടിയാണ് ഈ റിട്ടയർഡ് പ്രൊഫസർ. ഇതിനകം 40 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. കൃഷിക്കൊപ്പം തോട്ടത്തിൽ ഇക്കോ സൗഹൃദ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കായംകുളം ഹോമിയോ ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളും ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ്. നിലവിൽ OP വിഭാഗം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. IP വിഭാഗവും ഉടൻ തന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും.
മഴക്കാലത്ത് വെള്ളം കയറുന്നതാണ് ഹോമിയോ ആശുപത്രി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സമീപത്തെ തോട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത്. ഈർപ്പം കാരണം കെട്ടിടം ബലക്ഷയത്തിലായി. ഇതോടെ OP വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. IP വിഭാഗം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭയിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി കെട്ടിടം സുരക്ഷിതമല്ലെന്ന് അറിയിച്ചു. അതിനാൽ മറ്റൊരു വാടക കെട്ടിടം കണ്ടെത്തിയിരിക്കുകയാണ്. ആശുപത്രിയിലെ IP, OP വിഭാഗങ്ങൾ രണ്ടിടത്തേക്ക് മാറുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കായംകുളം നഗരസഭയുടെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ സമ്പൂർണ്ണമായി ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കാരണം IP ഇവിടെ പ്രവർത്തിച്ചിരുന്ന OP കെട്ടിടം ഏതാണ്ട് 6 മാസമായി തൊട്ടടുത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച IP കെട്ടിടം, ആ IP കെട്ടിടത്തിലാണ്ട് ഏകദേശം 25ഓളം രോഗികളായിരുന്നു കിടത്തി ചികിത്സയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഫിസിയോതെറാപ്പിയുടെ യൂണിറ്റ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളം കയറുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇത് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഹോമിയോ ആശുപത്രിയിൽ 8 ഡോക്ടർമാർ ഉൾപ്പെടെ 24 ജീവനക്കാരുണ്ട്. കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ 3 ജീവനക്കാരെ ആലപ്പുഴയിലേക്ക് പുനർവിന്യസിച്ചിരിക്കുകയാണ്. നിലവിൽ OP വിഭാഗം പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല. ന്യൂസ് 18 കായംകുളം. ഇടുക്കി ജില്ലയുടെ സൂപ്പർമാനായി മാറിയിരിക്കുകയാണ് ആൽബിൻ ജോർജ് തോമസ്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ബിരുദ വിദ്യാർത്ഥി. ഇതോടെ നാട്ടിലും കോളേജിലുമെല്ലാം ആൽബിൻ ഇപ്പോൾ താരമാണ്. കരാട്ടെ മാസ്റ്റർ എന്ന പേരിലായിരുന്നു മുൻപ് ആൽബിൻ ജോർജ് തോമസ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇടുക്കിയുടെ സൂപ്പർമാൻ എന്നൊരു പേര് കൂടി ലഭിച്ചിരിക്കുകയാണ്. സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതോടെയാണ് ആൽബിൻ പുതിയ ബഹുമതിക്ക് അർഹനായത്. റെക്കോർഡിന്റെ നിയമാവലികൾ അനുസരിച്ച് 3 കിലോ ഭാരം വഹിച്ചുകൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് 51 ഫുൾ ക്ലാപ്പിംഗ് പുഷപ്പുകൾ എടുത്താണ് നേട്ടം കൈവരിച്ചത്. ഇടുക്കി പച്ചടി സ്വദേശിയായ ഈ 21കാരൻ പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ BCA 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം ഹിറ്റോറിയോ കരാട്ടയിൽ ഒരു പതിറ്റാണ്ടിലേറെയായി പരിശീലനവും നടത്തുന്നു. കൂടാതെ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനവും നൽകുന്നുണ്ട്. സഹപാഠികളും അധ്യാപകരും കോളേജ് അധികൃതരുമെല്ലാം ആൽബിന്റെ നേട്ടത്തിൽ ഏറെ അഭിമാനത്തിലാണ്. ഇവിടെ BCA തേർഡ് ഇയർ പഠിക്കുന്ന ആൽബിൻ സൂപ്പർമാൻ ക്ലാപ്പിംഗ് പുഷപ്പ് 30 സെക്കൻഡ് കൊണ്ട് 51 തവണ 3 കിലോ വെയിറ്റ് ബോഡിയിൽ വെച്ചുകൊണ്ട് ചെയ്ത് നമുക്കൊരു വേൾഡ് റെക്കോർഡ് നേടി തന്നിരിക്കുന്നു. റെക്കോർഡ് നേടിയതോടെ പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പിലാണ് ആൽബിൻ. കരാട്ടെ മാർഷൽ ആർട്സിനോട് ബന്ധിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളേജിൽ വന്നിട്ട് ഇവിടുന്ന് പാസ് ഔട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു നേട്ടം കോളേജിനോട് കൂടി കൊടുക്കണമെന്ന് അങ്ങനെ ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പച്ചടി കാട്ടുപാറയിൽ തോമസ് വർക്കി റെജി ദമ്പതികളുടെ മകനാണ് ആൽബിൻ. ഇനിയും മാർഷൽ ആർട്സിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കണമെന്നാണ് ആൽബിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഇടുക്കി. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് ഡീസൽ ചോർന്നു. ശക്തികുളങ്ങര പാലത്തിൽ എത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്നുള്ള ഡീസൽ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. കായംകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്നു ബസ്സിൽ നിന്നാണ് ഡീസൽ ചോർന്നത്. പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും നേതൃത്വത്തിൽ ഡീസൽ റോഡിൽ നിന്നും നീക്കി. പാലത്തിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. തിരുവനന്തപുരത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെ മുറ്റങ്ങളും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വഴിമാറി. പ്രമുഖ വ്യാപാര ശൃംഖലയായ പോത്തീസിന്റെ വളപ്പിലും ജീവനക്കാരും നാട്ടുകാർക്കുമൊപ്പം പൊങ്കാലയിട്ടു. പോത്തീസ് തിരുവനന്തപുരത്തിൽ വെച്ച് സംബന്ധിച്ച് നോക്കിയാൽ ആറ്റുകാൽ പൊങ്കാല നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ടുള്ളൊരു ദിവസമാണ്. ഫുൾ പോത്തീസ് ഫാമിലി, സ്റ്റാഫ്സ് ആയാലും മാനേജ്മെൻ്റ് ആയാലും എല്ലാവരും
ഒന്നിച്ച് ചേരുന്ന ഒരു ഒത്തുചേരലാണ് ഈ പൊങ്കാല ദിവസം. ഈ 10 ദിവസം നമുക്ക് വലിയൊരു ഉത്സവം തന്നെയാണ് ഇവിടെ. നമ്മൾ 13 വർഷം കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് എല്ലാത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊരു കൾച്ചറൽ ബ്ലെൻഡ് എല്ലാം ഡെവലപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ടെക്സ്റ്റൈൽസ് ആയാലും സ്വർണ്ണമഹലായാലും ഒരുപോലെ തന്നെ നമ്മൾ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസും അതല്ലാണ്ട് വിളക്കെട്ട് പോലുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.